കഴിയുമ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ്, ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഏറ്റവും മനോഹരമായ തന്നെ നമുക്ക് ശർമ്മ സാറിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ മുൻമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിനാണ് ഈ ഒരു നിമിഷം നമ്മൾ കാത്തിരുന്നത്. ലൈഫ് ഓഫ് ജോയുടെ ഏറ്റവും ഹൃദയ പെരുമാറ്റം അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എല്ലാവരും വെറുതെ കൈകളോടുകൂടി നമുക്ക് ഈ ഒരു മുഹൂർത്തം ആഘോഷിക്കാം. ശ്യാം രവി സാറിന് ആ ഒരു സ്ക്രിപ്റ്റ് കൈമാറിയിരിക്കുകയാണ്. ലൈഫ് ഓഫ് ജോ ശ്യാം സാറിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. ഏറ്റവും മനോഹരമായി തന്നെ നമ്മൾക്കത് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ശർമ്മ സാർ ഈ ഒരു സ്പീച്ച് ഓൺ ചെയ്തിട്ട് ഈ ഒരു നിമിഷത്തെ ഏറ്റവും ധന്യമാക്കുന്നതായിരിക്കും. ഒരുപാട് സിനിമകളുടെ നെടുന്തൂണാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അലൻ സിയാർ സാറിന്റെ ആ ഒരു ക്ഷണം നമ്മൾ അത്രയും സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. ആ നിറഞ്ഞ കൈകളിൽ അത്രയും സ്നേഹമുണ്ടാവും. എല്ലാവരും ഒന്ന് അടുത്തേക്ക് നിന്ന ആ ഒരു മുഹൂർത്തം ധന്യമാക്കണം. ഏറെ സ്നേഹത്തോടെ അലൻ സിയാർ സാറിന് ഞാൻ അടുത്ത തിരുത്തിലേക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇന്നു മുതൽ ലൈഫ് ഫോർ ജോയ് ആയിരിക്കും നമ്മുടെ JPR ഗ്രൂപ്പിന്റെ ചെയർമാൻ ജോബി ജോസഫ് സാറിന്റെ മനസ്സിൽ അദ്ദേഹത്തെ അടുത്ത തിരിതെളിയിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഹൃദയപൂർവ്വം ഞാൻ ഡയറക്ടർ ശ്യാം രവി സാറിനെ അടുത്തൊരു തിരിതെളിയിക്കാൻ ക്ഷണിക്കുന്നു. ലൈഫ് ഓഫ് ജോ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഓരോരുത്തരും അടുത്ത തിരികൾ തെളിയിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ റൈറ്റേഴ്സ് ആണ് അടുത്ത തിരി തെളിയിക്കുന്നുള്ളത്. ഇനി നിറഞ്ഞ കൈഡികളാവാം. നമ്മുടെ ശർമ്മ സാർ ആ ഒരു ക്യാമറയുടെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യണം. കൈയടികൾക്ക് ഒട്ടും കുറവ് വേണ്ടാട്ടോ. നിങ്ങളുടെ സ്വപ്നമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നിറഞ്ഞ കൈയടികളാവാം. യെസ്, ആ ഒരു ക്ലാപ്പോടോട് കൂടി നമ്മുടെ ആ ഒരു മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും നിറഞ്ഞ കൈയടികളാവാട്ടോ. നിറഞ്ഞ കൈയടികൾ, ആ സ്നേഹം മുഴുവനാവാൻ വിജയമായി തീരട്ടെ ഈ ഒരു സിനിമ. നല്ലൊരു കൈയടിയാവാം. സാധാരണ ചടങ്ങിൽ നിന്ന് വ്യത്യസ്തമാണത്. ഉള്ളടക്കത്തിലും വീക്ഷണത്തിലും ശ്രേഷ്ഠവും സമ്പന്നവുമാണത്. ഈ മഹനീയ ദൗത്യം ലൈഫ് ഓഫ് ജോ എന്ന ചിന്ത മാനവരാശിക്ക് ഏറ്റവും സ്വീകാര്യമായി വിജയം കൈവരിക്കുവാൻ ശ്യാംലിനിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരിക്കുന്നില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറകൾ നാളെ വേറൊന്ന് പകർത്തും. എനിക്ക് പേടിയാണ്. നിങ്ങൾ നാവടക്കൂ, പണിയെടുക്കൂ എന്നാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും പറയുന്നത്. സ്ക്രിപ്റ്റ് അല്ലാതെ വേറൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ നിർമ്മാതാവിനോടും സംവിധായകനോടും തിരക്കഥാകൃത്തുക്കളോടും എൻ്റെ പ്രിയ സുഹൃത്ത് റിച്ചാർഡിനോടും പ്രൊഡക്ഷൻ കൺട്രോളർ നന്ദി പറയുന്നു. ഈ സിനിമ നിങ്ങൾ ലൈഫ് ഓഫ് ജോയ് എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് കാലത്ത് അർത്ഥവത്തായൊരു പേരാണ്. അല്ലെങ്കിൽ ഈ കെട്ടകാലത്ത് നിങ്ങൾ ജീവിതത്തെ ആസ്വദിക്കൂ, സന്തോഷിക്കൂ എന്ന് പറയുന്ന ആ സിനിമ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ പോലും നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ തിരശ്ശീല കാണുമ്പോൾ നിങ്ങളെ സന്തോഷപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോട് നടത്തുന്നു. നന്ദി.
താങ്ക് യു സോ മച്ച് സാർ. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാൻ ഒരുപാട് നാളായിട്ട് കാത്തു വെച്ചൊരു കാര്യമുണ്ട് സാർ. അന്ന് സാർ പറഞ്ഞതിനേക്കാട്ടി കൂടുതൽ സാർ അഭിനയിച്ച സിനിമകൾ ഞങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം സാർ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വലുതായിരിക്കും. അതുകൂടി ഞാൻ പറയുകയാണ്. ആ ഒരു കൈയടി സാറിന് വേണ്ടിയിട്ടുള്ള സാറിനുള്ള സപ്പോർട്ട് നിങ്ങൾ കാണിക്കണമെന്ന് ഞാൻ ഇവിടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് യെസ്, നമ്മുടെ ലൈഫ് ഓഫ് ജോയുടെ ഹൃദയം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഇന്ന് മുതൽ ആ ഒരു ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ശ്യാം ലലിൻ സാറിനെ ഞാൻ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. ആ പച്ച ചേച്ചി ഉണ്ടോ, ചിരിച്ചിരിക്കാണ്, ആ വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമസ്കാരം. ഇതെന്റെ 3ാമത്തെ സിനിമയാണ്. 2 സിനിമയിന് മുമ്പ് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. വെട്ടെല്ലാം പറ്റുന്ന കുറച്ച് ആൾക്കാർ യൂട്യൂബിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, ബാച്ചിലേഴ്സ് അതുപോലും കണ്ടിട്ടുണ്ടാവില്ല. ഈ 3ാമത്തെ സിനിമയിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ സിനിമ സംഭവിക്കുന്നത് തന്നെ കണ്ണൻ ചേട്ടൻ്റെയും സന്തോഷേട്ടൻ്റെയും അഹോരാത്രമുള്ള ഓട്ടത്തിലൂടെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പം ഈ സിനിമയിൽ ഞങ്ങൾ കടക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണം. ഈ സിനിമ ഹിറ്റാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം നല്ലതായി വരട്ടെ. താങ്ക് യു. JPR ഫിലിംസിന്റെ ബാനറിൽ AP ശ്യാം ലെനിൻ ഡയറക്റ്റ് ചെയ്യുന്ന ജോ എന്ന സിനിമയുടെ തുടക്കം ഇന്ന് കുറിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രമാകുന്ന നന്മയുടെ ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടി. ഇന്ന് ക്ഷണം സ്വീകരിച്ച എൻ്റെ വളരെ സുഹൃത്തുക്കൾ, ഒത്തിരി നാട്ടുകാർ, ഒത്തിരി ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എസ്പെഷ്യലി ഇന്ന് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മന്ത്രിയായിട്ടും MLA ആയിട്ടും ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന വ്യക്തിയാണ് S. ശർമ്മ. അദ്ദേഹത്തിന് എൻ്റെ സ്നേഹം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ശർമ്മ സാറ്, അതുപോലെ കലാരംഗത്തെ സിനിമയിലെ ഒട്ടേറെ കഥാപാത്രങ്ങൾ മനസ്സിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന, മായാതെ തെളിഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മഹത് വ്യക്തിത്വം ആലൻ സിയർ സാർ. അദ്ദേഹത്തിൻ്റെ എൻ്റെ മനസ്സിലുള്ള ഒരു പ്രധാന കഥാപാത്രം ഞാൻ ഒരുപാട് തവണ കണ്ട സിനിമയാണ് നമ്മുടെ ഈ എന്താണ് ആ പോലീസ് ഓഫീസറായിട്ട് സാറ് തൊണ്ടി മുതലും സാക്ഷി. അപ്പോൾ അത് എത്ര പ്രാവശ്യം സിനിമ ഞാൻ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അത്രയധികം. അതുപോലെ ദിലീഷ് പോത്തൻ സാറിൻ്റെ ഡയറക്ഷൻ, ശ്യാംകുമാർ സാറിൻ്റെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, വളരെ അല്പം പോലും അയവില്ലാത്ത ഒരു സ്ക്രിപ്റ്റാണ് ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയുടേത്. ഇവിടെ ഞങ്ങളുടെ ഈ സിനിമ ലൈഫ് ഓഫ് ജോ ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ള ഒരു പ്രമുഖ വ്യക്തി അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുഭവങ്ങൾ കൂടി ചേർത്ത് പറയുമ്പോൾ അതൊരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കുന്നതിനെ പറ്റി ഞാനും കണ്ണനും സന്തോഷവും ഞങ്ങളതിനെപ്പറ്റി പലതവണ ഞങ്ങളത് തിരുത്തി എഴുതി. അത് നമുക്ക് ഒരു സിനിമ, ഇന്നത്തെ കാലിക സിനിമാ മേഖലയിൽ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമാറ്റിക്കായി അതിൻ്റെ ഫ്ലോ നിലനിർത്തി ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഞാനും കണ്ണനും സന്തോഷവും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നല്ലൊരു സിനിമ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ നിങ്ങളുടെ കൂടി പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ആവേശമായിട്ടുള്ള സഖാവ്, സിനിമയിൽ അഭിനയം കൊണ്ട് ഏറെ ഇഷ്ടം തോന്നിപ്പിച്ച അലൻ സാർ, പിന്നെ പ്രിയപ്പെട്ട കുറേ കൂട്ടുകാർ, അതാണ് ഈ സിനിമ.
ഞങ്ങളുടെയൊക്കെ ലൈഫ് സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച ആൾക്കാരാണ് ഞാൻ ഈശാമൊക്കെ. ഞങ്ങൾക്കിതല്ലാണ്ട് വേറൊരു ജോലിയില്ല, വേറൊരു ജോലി അറിയാനും പാടില്ല. അപ്പോൾ ഇത്തരം ഒരു ചടങ്ങുകളൊക്കെ ഞങ്ങൾക്കുള്ള ഊർജ്ജമാണ്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. നന്ദി, നമസ്കാരം. സംസാരം വളരെ കുറവാണ്, മുഴുവൻ പകർത്തിയെടുക്കുകയാണ് എന്നാണ് ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ആൻഡ് എനിവേ, അടുത്തതായിട്ട് എനിക്ക് ഒരാളെ ക്ഷണിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ വിളിക്കരുത് എന്ന് തന്നെ ചട്ടം കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ വയ്യ. പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ റിച്ചാർഡ് സാറിന് വേണ്ടി നല്ലൊരു ഐഡിയ കൊടുക്കാം കേട്ടോ. എന്തായാലും സ്റ്റേജിലേക്ക് വരില്ല എന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ആ ഒരു സ്നേഹം ഞാനിവിടെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഇവിടെ ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വേണ്ടതെന്ന് ഓടിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ ആർട്ട് സ്വാമിയേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു ഐഡിയ വാട്ടോ. ഈ സിനിമയുടെ എല്ലാ ആർട്ടും അദ്ദേഹമാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മളെല്ലാവരുടെയും സ്വപ്നമാണ് ഒരു സിനിമ ചെയ്യുന്നുള്ളത്. ശ്യാമേട്ടൻ്റെ മൂന്നാമത്തെ പടമായ ഈ സിനിമയിൽ എനിക്ക് ആദ്യത്തെ പടത്തിൽ ഞാനായിരുന്നു ആർട്ട് ചെയ്തത്, പെട്ടിലാമ്പട്ടർ ചെയ്തത്. രണ്ടാമത്തെ പടം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, അന്നേരം വേറൊരു വർക്കിലായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു സിനിമ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ ഒരു നന്മയുടെ ചിത്രമായിട്ട് വലിയൊരു വിജയമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹായ്, ഞാൻ സനിയ. ഞാൻ ലന ഫിബിൻ. ശ്യാം ലെനിൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന, ജോബി ജോസഫ് സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈഫ് ഓഫ് ജോ എന്ന സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഭാഗമാകുന്നുണ്ട്. നല്ല റോള് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ഓൺ ദ വേ ആണ്. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ ലൈഫ് ഓഫ് ജോ എന്ന ഫിലിം ഞങ്ങൾ ഇപ്പം ക്യാരക്ടേഴ്സ് എന്തെന്ന് റിവീൽ ചെയ്തിട്ടില്ല, അത് നല്ലൊരു ക്യാരക്ടേഴ്സ് ആവാൻ തന്നെ ഞങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ നല്ലൊരു നീക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദാറ്റ്സ് ഓൾ, താങ്ക് യു. ഇന്ന് നമ്മുടെ ലൈഫ് ഓഫ് ജോയുടെ പൂജ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ജേർണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ആഗ്രഹമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് അതിൻ്റെ തുടക്കം അതിഗംഭീരമായിട്ട് തന്നെ ഇന്നിവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ജേർണി നല്ല രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ലൈഫ് ഓഫ് ജോയുടെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ ഞാൻ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കൂടാതെ ഇതിലുള്ള ഈ ഒരു കഥാപാത്രം പ്രേക്ഷകരുടെ ഓരോ മനസ്സിലും തങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയും. ആൻഡ് യെസ്, നമ്മുടെ ഫോട്ടോ സെക്ഷൻ ഉള്ളത് എല്ലാവരും ഒന്ന് വന്നോളൂ കേട്ടോ. നമ്മുടെ ടീമിലുള്ള എല്ലാവരും ഫോട്ടോ സെക്ഷന് വേണ്ടി വന്നു.